ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ്. മെസ്സി വരാനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പോർട്ട് ടി വി ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഗ്രിമെൻറ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം അർജൻറ്റീന ടീമിനെ അറിയിക്കുകയാണ് വേണ്ടത്. ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 6 തുടങ്ങി 14 വരെയാണ്. ഈ വർഷം ഒക്ടോബർ 6 തുടങ്ങിയിട്ട് 14 വരെ, അത് 9 ദിവസമാണുള്ളത്. രണ്ടാമത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് 10 തുടങ്ങി 18 വരെ. 2 ബ്രേക്കാണ് ശരിക്കും ഫിഫ അംഗീകരിച്ച ഇത്. 2 ബ്രേക്കിനാണ് ഇവർക്ക് കളിക്കാൻ ഇൻ്റർനാഷണൽ കളിക്ക് വേണ്ടി സമയം കൊടുത്തിട്ടുള്ളത്. ആ 2 കളിയിലും ഏതെങ്കിലും ഒരു സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ഇപ്പോൾ ഉള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരും. ആ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അപ്പോൾ ആ കൺഫർമേഷൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഓൾറെഡി അവർക്ക് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി വരും എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മെസ്സി വരില്ല, ഫുട്ബോൾ അസോസിയേഷൻ എന്താണ് അർജൻറ്റീന ടീം ചൈനയിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലും ഖത്തറിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ എൻ്റെ അറിവിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല. ഒരു അവരെ ഒഫീഷ്യലായിട്ട് ഒരു രേഖകളിലും വന്നിട്ടില്ല.